മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രത്തിന് 100 കോടിയിൽ ഇടം പിടിക്കാൻ വേണ്ടി സാധിച്ചത്. ഒഫീഷ്യലി കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രം 100 കോടിയിൽ എത്തപ്പെട്ട മൂവി മാർക്കോ. ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ ആഴ്ച തന്നെ ഈ ഒരു സിനിമ 100 കോടിയിൽ ഇടം പിടിക്കും. എന്നാൽ 19ാമത്തെ ദിവസം തന്റെ 3ാം ചൊവ്വാഴ്ചയിലേക്ക് എത്തപ്പെട്ട ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 19ാം ദിവസത്തെ നേരത്തെ ചൊവ്വാഴ്ചയിലെ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ബുക്ക് മൈ ഷോ ആപ്പിൽ ഈ ഒരു ചിത്രം ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 1400ഓളം ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം. അതും ഈ ഒരു ഉച്ച സമയത്ത് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളുടെ സമയമാവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബോക്സ് ഓഫീസ് ഹണ്ട് തന്നെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം ഈ ഒരു 19ാമത്തെ ദിവസം ചൊവ്വാഴ്ചയും ബോക്സ് ഓഫീസിൽ നടത്തുമെന്നുള്ള കാര്യം ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഇന്ന് പകൽ ഷോകൾക്കാണ് നല്ല രീതിയിലുള്ള ഇടിവ് കാണാൻ സാധിച്ചിട്ടുള്ളത്. വൈകുന്നേരത്തെയും രാത്രിയിലെയും ഷോകൾക്ക് തർക്കേടില്ലാത്ത ബുക്കിംഗ് ചിലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ചിലയിടത്ത് അവിടെയും ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ശോകമാണ്. എന്തായാലും ഈ ഒരു ദിവസവും സിനിമ നല്ല രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ ഈ ഒരു സിനിമ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ചർച്ചയായി കഴിഞ്ഞു. ഹിന്ദി വേർഷനും തമിഴ് വേർഷനും തെലുങ്ക് വേർഷനും എല്ലാവരും ഈ ഒരു സിനിമയെക്കുറിച്ച് ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി അതർ ലാംഗ്വേജിൽ നിന്നും വരാനുള്ള സാധ്യത ഏറെയാണ്. ചുമ്മാ കുറെ ബ്ലഡും വയലൻസ് അങ്ങ് കാണിച്ചാൽ ആൾ കയറും എന്ന ചിന്താഗതിയിൽ സിനിമ ചെയ്താൽ സിനിമ വിജയിക്കില്ല. ഇമോഷണലി നായകന്റെ പ്രശ്നങ്ങളിലൂടെ സിനിമ കടന്നു പോകുമ്പോൾ അത് പ്രേക്ഷകന്റെയും പ്രശ്നമായി തീരുമ്പോൾ ആണ് സിനിമ വിജയിക്കുക. അത്തരത്തിൽ ഇമോഷണലി ലോക്കായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സിനിമ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാർക്കോ 2 വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം മാർക്കോ അവരെ ഇമോഷണലി കണക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. മാർക്കോ നല്ല രീതിയിലുള്ള ഒരു ട്രെൻഡ് സെറ്റായി മാറിയിട്ടുണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ. അല്ലായിരുന്നാൽ ഈ ഒരു ചിത്രത്തിന് ഒരിക്കലും 100 കോടിയിൽ ഇടം പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. എല്ലാ ഏരിയയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഈ ഒരു സിനിമക്ക് കളക്ഷനിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ വിജയമായി തീരാൻ മാർക്കോ എന്ന സിനിമക്ക് സാധിച്ചത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജനാസ്.